ഇന്നൊരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുത്ത പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഞാനിവിടെ നിഡോൻ്റെ പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഇതൊരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ചായയുടെ ഒരു വലിയൊരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ആ ഒരു സമയത്ത് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോളം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ വേഗത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്